ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഈസി എക്സാം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ സെഷനാണ്. പൊതുവെ പരീക്ഷയൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എപ്പോഴും ഒരു ആശങ്ക പ്രത്യേകിച്ച് മാതാപിതാക്കളിലും കുട്ടികൾക്കും ഉണ്ടാകാം. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണം കഴിഞ്ഞ ശനിയാഴ്ച നമ്മളൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. ഷാബു ഗംഗാധരൻ സാറിൻ്റെ. ഇന്ന് വി കെ ഷിഹാബ് സാറാണ്. ഞങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സാണ്. മൂന്നുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വി കെ ഷിഹാബ് സാറിൻ്റെ ക്ലാസ്സും അടിപൊളിയായിരിക്കും എന്ന് ഉറപ്പാണ്. കാരണം സാർ ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ്. അതിനേക്കാളുപരി കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ കുട്ടികളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന വിഭാഗത്തിൽ വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം വി കെ ഷിഹാബ് സാർ. ഷിഹാബ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, for your lovely words. First of all, I would like to express my sincere gratitude to you, Sabu sir, for this wonderful opportunity and other participants. നമുക്ക് ഇത് രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ബാക്കി കുറച്ച് ടിപ്സും എന്നുള്ള രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുമ്പ് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, മാക്സിമം സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അധികം ജാർഗൺസ് ഒന്നും ഇല്ലാതെ പറയണം എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സൈക്കോളജിയിൽ ഇരിക്കുന്ന പലരും ഓൾറെഡി ഇതിൽ PG ഒക്കെ എടുത്തിട്ടുള്ളവരും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ഇത്തരം സൈക്കോളജിക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അത്ര ഗ്രാഹ്യമില്ലാത്ത അവിടെ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. കാരണം സൈക്കോളജിയിൽ ഇതിന് ടെസ്റ്റ് ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. അതായത് പെർഫോമൻസ് ആങ്സൈറ്റി എന്നുള്ള രൂപത്തിൽ അങ്ങനെയും അതിനെ പേര് വിളിക്കാറുണ്ട്. ഇതിനെ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ പലപ്പോഴും പറയാറുള്ളത് വറീസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫിയർ എന്ന് പറയും. എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഫിയേഴ്സ് ആണെന്ന് പറയും. ചിലർ ഫോബിയ ആണെന്ന് വരെ പറയുന്നവരുണ്ട്. എനിവേസ് ആങ്സൈറ്റിയുടെ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എല്ലാ ഫിയേഴ്സും, അത് നമുക്ക് ഫിയേഴ്സ് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളും പ്രാഥമികമായിട്ടും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ, പ്രത്യേകിച്ചും എക്സാമിന്റെ സമയത്ത് പെർഫോമൻസിൽ എന്ത് ചെയ്യും, താഴേക്ക് വലിക്കും എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈഫിൽ ഓരോ സ്റ്റേജിലും, ഇവിടെ മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഹോൾ ലൈഫിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, നമ്മൾ ആൻഷ്യസ് ആവുന്ന സമയത്ത്, സ്ട്രെസ് വരുന്ന സമയത്ത് എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഇത്തരം എക്സാം ഫിയറിനെ ഫേസ് ചെയ്യുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അത് മുമ്പത്തെ ഷാബു സാറിന്റെ സെഷനിലുണ്ടായിരിക്കും. ഇനി വരുന്ന സെഷനുകളിലും ഉറപ്പായിട്ടും അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്കറിയാം, ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ ഫിയറിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാറുള്ളത്, സൈക്കോളജി പറയാറുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഫ്രൈറ്റ്, ഫ്ലൈറ്റ്, ഫീസ്, റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനോട് 3 രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാറുള്ളത്. കാരണം ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഭയം വരുന്ന സമയത്ത്, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അമിഗ്ഡാലയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനോട് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഓടിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ ഫ്രീസായി നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ ഇതിനോട് ഫൈറ്റ് ചെയ്യുന്നതാവാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെറ്റിങ്സ് വരുന്നത്? നമുക്കൊക്കെ അറിയാം, പരിണാമപരമായിട്ടാണ് നമ്മൾ സയൻസിൽ ഇതിനെയൊക്കെ നോക്കി കാണുന്നത്. പരിണാമത്തിന്റെ ഒരു സ്റ്റേജിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത് മറ്റു മൃഗങ്ങൾക്കൊപ്പമായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ ജീവിച്ചത് കാട്ടില് മറ്റു മൃഗങ്ങൾക്കൊപ്പമായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിജീവനം എന്ന് പറയുന്നത് കൂടുതൽ കഴിവുള്ളവർക്കും കൂടുതൽ സാധ്യതകളുള്ളവർക്കും കൂടുതൽ ശക്തിയുള്ളവർക്കും ഒക്കെ തന്നെ ആയിരുന്നു അതിജീവനം ഉണ്ടായിരുന്നത്. സോ ഈ കാട്ടില് വന്യമൃഗങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യനെ അതിജീവനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഇതാണ്. ഞാനിതിന്റെ ബേസിലേക്ക് പോകുന്നത്, ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നത് എന്നുള്ള ഫൗണ്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ
അതേ സെറ്റിങ്സ് നമ്മൾ മാറിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ, ഏതാനും നൂറ്റാണ്ടുകളായിട്ടേ ഉള്ളൂ. നമ്മൾ കൃഷിയിലേക്ക് മാറുന്നു, പിന്നീട് നമ്മുടെ കൾച്ചറുകൾ മാറുന്നു, നമ്മൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ 4.0 എത്തി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വളരെ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. പക്ഷെ മനുഷ്യൻ പരിണാമപരമായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞു വെച്ച ഒരു ബ്രെയിനും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അത് നമുക്ക് പല മേഖലയിലും കാണാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 90% ആളുകളും ഇപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നിടത്ത് ഒരു ഫെയിലിയർ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിണാമത്തിന്റെ സ്റ്റേജിൽ വളരെ എൻഡിൽ മാത്രമാണ് നമ്മൾ പണത്തെ കുറിച്ചിട്ട് മാനേജ് ചെയ്യാനൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. സോ അങ്ങനെ അത് ഇവിടെ പഠനത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മുടെ നിലവിലുള്ള ലൈഫ് സ്റ്റൈലില് നമ്മളിപ്പോ കാട്ടിലല്ല ജീവിക്കുന്നത്, പക്ഷെ ബ്രെയിനിന്റെ സെറ്റിങ്സ് എന്തില്ല, നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന ബ്രെയിൻ സെറ്റിങ്സിലേക്ക് മാറിയിട്ടില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് മാറ്റങ്ങൾ വരുന്നത്. ചരിത്രത്തിന്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ധാരാളം പരിണാമപരമായ മാറ്റങ്ങളൊക്കെ സയൻസിൽ നമുക്ക് നോക്കി കാണാനും പറ്റും. സോ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, കാട്ടിൽ ജീവിച്ച നമുക്കുള്ള ഈ ബ്രെയിനും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് പരീക്ഷ എഴുതാൻ പോവാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫ്രീസ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളിടത്താണ്. സോ ഇത്തരം സിറ്റുവേഷനെ ഇന്ന് ടാക്കിൾ ചെയ്യാൻ നമ്മുടെ ബ്രെയിനിലേക്ക് പോയ ഒരു മെസ്സേജിന്, ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ വളരെ ശാന്തമാണ്, നമുക്ക് നിയന്ത്രിക്കാവുന്ന രീതിയിലാണെന്ന് നമ്മുടെ ബ്രെയിനിനെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക സൊല്യൂഷൻ. അതിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഇത്തരം തോട്ട്സുകൾ, നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പോഴും ഒക്കെ. സോ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എക്സാം ഫിയറിലേക്ക് പോകാൻ. ഇവിടെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ശാന്തമാണെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് വരാം, അത് എക്സാമിന്റെ സമയത്തായിരിക്കാം. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, കാരണം നമുക്ക് ഇനി 2-3 മാസം സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത്, എക്സാം ഹാളിൽ ചെയ്യുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എക്സാം ഹാളിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും 1-2 ടിപ്സ് ഞാൻ തരാം. നമുക്ക് സമയപരിമിതി ഉണ്ട്. അപ്പോൾ 1-2 പോയിന്റുകൾ ഞാൻ കവർ ചെയ്ത് പോവാം. അടുത്ത സെഷനിൽ തുടർന്ന് വരുന്ന ട്രെയിനേഴ്സ് അതിന്റെ ഫോളോ അപ്പ് എടുക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സോ ഇവിടെ നമുക്ക് പലതരം ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ഈ ടെക്നിക്കുകൾ വൺസ് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന ഒരു SSLC +2 എക്സാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമോ എന്നതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ഹോൾ ലൈഫിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഇതിന്ന് പ്രാക്ടീസ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റിൽ പറയാവുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ഇത് കേട്ടവർ ഉണ്ടോ? 1 2 3 4 5 ഗ്രൗണ്ടിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾ മുമ്പ് പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. ഒരാള് ഇല്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ. ഇല്ല, ഹരികൃഷ്ണൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന്. ഓക്കെ, റൈറ്റ്. സോ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ലൈഫിൽ വരുന്ന ഇത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ മനസ്സിനെ, ഓക്കെ അബ്ദുൽ ബാരി, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. നമുക്ക് എന്ത് ചെയ്യണം? മനോജ് സാർ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അറിയാത്തവരിൽ നിന്നാണ്, ആ രീതിയിലേക്ക് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സാറ് കൂടുതൽ അറിവുള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ പറയുന്നതിൽ എന്തെങ്കിലും ആഡ് ഓൺ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ മനോജ് സാറിനെ പോലുള്ളവർ വന്നിട്ട് എൻഡ് ഓഫ് ദ സെഷൻ ആഡ് ചെയ്യണം എന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, എന്ത്, നമ്മൾ പരിണാമപരമായിട്ട് കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ചലഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോകുന്നു, ദർ ഇസ് എ ത്രെറ്റ്. നമ്മളൊരു കാടിനകത്ത്, ഒരു പൊന്തക്കാടിനകത്ത് ഒരു അനക്കം കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി ആ കാഴ്ച കാണുന്നതും ആ സൗണ്ട് കേൾക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോവാണ്, ദർ ഇസ് എ സിറ്റുവേഷൻ. ദ സെയിം സിറ്റുവേഷൻ ഇപ്പോഴും അതുപോലത്തെ സമാനമായ ഒരു മെസ്സേജ് തന്നെയാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക്, നിലവിൽ നമ്മളിപ്പോൾ എക്സാം ഹാൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഉദാഹരണത്തിന് പറയാം. നമ്മൾ എക്സാം ഹാളിലേക്ക് വരുന്നു, ദർ ഇസ് നോ ത്രെറ്റ്, ഇവിടെ ഭീഷണി ഒന്നുമില്ല, എവറിത്തിങ് ഈസ് സേഫ്, അണ്ടർ കൺട്രോൾ. ഇത് നമ്മൾ എന്ത് ചെയ്യാം? സെൽഫ് അഫർമേഷൻ പറയാം, അതിന്റെ ഞാൻ പറയാം. അതിന്റെ മുമ്പേ നമുക്കിത് ഈ ഒരു 1 2 3 4 5 ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പോകുന്നത് ഒരു 5 കാര്യങ്ങൾ ചുറ്റും നോക്കിക്കൊണ്ടാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ അറിയാം, നമുക്ക് 7 ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രൈമറി പഠിച്ചിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ
മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് 5 സെൻസസിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് വിടാണ്. എന്ത്? എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. അതിനെന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ 5 കാര്യങ്ങൾ ചുറ്റും നോക്കുക എന്നുള്ളതാണ്. വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ ചുറ്റും കാണുന്ന 5 കാര്യങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ടെൻസ്ഡ് ആവുന്ന ഒരു സന്ദർഭത്തിൽ, ആങ്ഷ്യസ് ആവുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ റോഡിലൊരു കണ്ടീഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സീനിയർ ഓഫീസർ, മാനേജർ ഒരു പക്ഷേ നിങ്ങളെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം. ഇവൻ ദോ ലൈഫ് പാർട്ട്ണറുടെ മുമ്പിൽ വിയർത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം. ഏത് സിറ്റുവേഷനിലും നമുക്ക് അണ്ടർ കൺട്രോളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു 1 2 3 4 5 ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 5 സെൻസസിൽ 5 തരം കാഴ്ചകളിലേക്ക്, ചുറ്റുമുള്ള 5 കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ആയിരിക്കും? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിയ ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട് എന്നുള്ളത്? എന്റെ സ്ക്രീനിലേക്ക് നോക്കിയാൽ, എന്റെ സ്ക്രീൻ നിങ്ങൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്റെ ചുറ്റും വിൻഡോ കാണാം. അതുപോലെ എനിക്ക് എന്റെ മുമ്പിൽ എന്റെ ലാപ്ടോപ്പ് ഉണ്ട്, എന്റെ വിഷൻ ബോർഡ് ഉണ്ട്, ഡോറിന്റെ കളർ ഉണ്ട്. അങ്ങനെ 5 കളറുകൾ, 5 വ്യത്യസ്ത കളറുകൾ. വാട്ടർ ബോട്ടിൽ ഉണ്ട്. ദെൻ ഓഫ് കോഴ്സ് വൈറ്റ് കളറിലുള്ള ഒരു മഗ് ഉണ്ട്. വൈറ്റ് കളർ ഷർട്ട്. ഇങ്ങനെ 5 കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ചുറ്റുമുള്ള 5 വ്യത്യസ്ത കളറുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റെഡ് കളറുള്ള കേക്കയുടെ ഒരു കലണ്ടറാണ് എന്റെ മുമ്പിൽ തൂങ്ങുന്നത്. 2025 കലണ്ടർ. ചെയർ ഉണ്ട്. സോ ഫാമിലിയുടെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ ചുറ്റുമുള്ള 5 കാര്യങ്ങളിലേക്ക് നോക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്തും ആവാം കേട്ടോ, ഇന്നത് എന്നൊന്നുമില്ല. നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലേ? നിങ്ങൾ എടുത്തിരിക്കുന്ന ഷർട്ടിന്റെ കളർ നോക്കാം, പിന്നെ കണ്ണടയുടെ ഫ്രെയിം നോക്കാം, വാച്ചിന്റെ ഡയലിന്റെ കളർ. ഇങ്ങനെ എന്തെങ്കിലും ഒരു 5 കാര്യങ്ങളിലേക്ക്, ഇങ്ങനെ നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ കോൺസെൻട്രേഷനെ ഈ 5 വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ബ്രെയിൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ദെൻ അടുത്തത് നമുക്ക് തൊടാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റാവുന്ന 4 കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തൊട്ടടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കപ്പ് എടുക്കുന്നു. കപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇതിനകത്ത് തണുപ്പുണ്ട്. ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിലെ കാലാവസ്ഥ അറിയാലോ. നിങ്ങൾ കോട്ടയത്തും എറണാകുളത്തൊക്കെ ഉള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ തണുപ്പാണ്. സോ അതുപോലെ മൗസ് ഉണ്ട്. 4 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞോ? കണ്ടുപിടിച്ചെങ്കിൽ യെസ് എന്ന് പറയൂ. 4 കാര്യങ്ങൾ നിങ്ങൾ കൈകൊണ്ട് നിങ്ങളുടെ പാന്റിൽ അല്ലെങ്കിൽ ഷർട്ടിൽ, തൊടയിൽ അല്ലെങ്കിൽ തുണിയിൽ തൊട്ട് നോക്കുക, ടാബിളിൽ തൊട്ട് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സർഫസിൽ ഒന്ന് തൊട്ട് നോക്കുക, ഫീൽ ചെയ്യാം. 4 കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മുടിയിലേക്ക് നോക്കാം. മുടിയിലേക്ക് നോക്കാം എന്ന് പറയുമ്പോൾ അറിയാലോ, എൻ്റെ മൊട്ടത്തലയിലൊന്നുമില്ല, ബട്ട് നിങ്ങളുടെ തലയിൽ മുടി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുടിയിലൊന്ന് തഴുകി നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങളിത് സൈലന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ചുറ്റുമുള്ളവർക്ക് ഇത് മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, നമ്മൾ ലൈഫ് പാർട്ട്ണറുടെ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ സീനിയറിന്റെ മുമ്പിൽ നിൽക്കുന്നു, ബോസിന്റെ മുമ്പിൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ, ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ നിൽക്കുന്ന സമയത്ത് യു ടു ആങ്ഷ്യസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ചുറ്റും നോക്കുന്നത് സ്വാഭാവികമായിട്ട് നോക്കിയാൽ മതി. അങ്ങനെ തലയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമെന്നില്ല. വളരെ സ്വാഭാവികമായിട്ടിരുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചുറ്റും കണ്ണോടിച്ചിട്ട് 5 കാര്യങ്ങളിലേക്ക് നോക്കാം. ആരും അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. 5 കാര്യങ്ങളിലേക്ക് നോക്കുന്നു. നിങ്ങൾ ഗ്രൗണ്ടിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുള്ളതൊന്നും, ഒരു പക്ഷേ ഡീപ് ബ്രത്ത് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചുറ്റുമുള്ളവർക്ക് മനസ്സിലായെന്ന് വരും. ഇത് ടു ഈസി. സോ നിങ്ങൾ 4 എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യെസ് ടൈപ്പ് ചെയ്യൂ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ കാല്, യെസ്, മനോജ് സാർ പറഞ്ഞു, അബ്ദുൽ ബാരി പറഞ്ഞു, യെസ്, താങ്ക് യു വെരി മച്ച്. സോ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി. 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫീൽ ചെയ്തു. ഇനി അടുത്തത് 1 2 3 4 5 ഉഷ മാഡം താങ്ക് യു. 1 2 3 4 5 ഇനി അടുത്ത 3 കാര്യങ്ങളാണ്. നിങ്ങൾ 3 വ്യത്യസ്ത ശബ്ദങ്ങളെ നിങ്ങളുടെ എൻവയോൺമെന്റിൽ നിന്ന് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു, നമ്മളിത് നമ്മുടെ 5 സെൻസസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. സോ ചുറ്റും നോക്കുക. നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാം. ഒരുപക്ഷെ ഇതിന്റെ കൂടെ ഒരു നോയ്സ് ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും എൻവയോൺമെന്റിൽ നിന്ന്. നിങ്ങളുടെ അടുത്ത് കൂടെ ഏതെങ്കിലും വാഹനം പോകുന്ന ശബ്ദം ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ ചുറ്റും നോക്കുക, കുട്ടി കരയുന്ന ശബ്ദം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെലിവിഷനിൽ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങളുടെ ബ്രദേഴ്സിന്റെയോ കസിൻസിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെയെങ്കിലും ഫോൺ വർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദെൻ ഇവിടുന്ന് തൊട്ടടുത്ത് ഹൈവേയിലൂടെ കാറ് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്.
ഒരു ഹോണിന്റെ ശബ്ദം കേട്ടു. സോ ഇപ്പൊ നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെ, ഞാനത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറയുന്നത്. സോ ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ ജസിന മാഡം, യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 2 തരം സ്മെല്ലുകൾ, നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെന്റിൽ നിന്ന് 2 സ്മെല്ല് കണ്ടുപിടിക്കാൻ പറ്റുക. ഫാത്തിമ ബീവി ഡൺ പറഞ്ഞു, താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. സ്മെല് ചെയ്യാം, അങ്ങനെയൊന്നും പോയിട്ട് സ്മെല് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അടിച്ച ഷർട്ടിന്റെ പെർഫ്യൂം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് കാണും, എന്തെങ്കിലും തൊട്ടതിന്റെ സ്മെല്ലോ മറ്റോ കാണും, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഇങ്ങനെ പല രീതിയിലുള്ള മണങ്ങള്, ഒരു പക്ഷേ ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് മണത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവ ഒരു പാൻ എടുത്ത് മണത്ത് നോക്കിയാൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള 2 സ്മെല്ലുകൾ രാജേഷ് പറയുന്നു, യെസ്, കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് 2 സ്മെല്ല് കണ്ടെത്താൻ കഴിഞ്ഞു. നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദെൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. ദ 5th വൺ, 5, 4, 3, 2, 1. ദ ലാസ്റ്റ് വൺ ഈസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉമിനീരിന്റെ വായിൽ ഒരു പക്ഷേ തൊട്ടുമ്പത്ത് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് കിട്ടുന്നത് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ വെറുതെ ഒരു പക്ഷേ ചുണ്ടെണ്ണ കൂട്ടിപ്പിടിച്ച് അനച്ച് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് വരും. സോ ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും എന്ത് ചെയ്യും? നിങ്ങളുടെ ബ്രെയിനിന് ഒരു ക്ലിയർ മെസ്സേജ് വന്നു. ഇതൊക്കെ കൂടെ നമ്മൾ വിത്തിൻ 1 മിനിറ്റ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഒരു തവണ ചെയ്യാം, മനസ്സ് ശാന്തമാകുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു തവണ കൂടെ ചെയ്യാം. വീണ്ടും വേറെ 5 വ്യത്യസ്ത കളറുള്ള 5 വ്യത്യസ്ത സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വീണ്ടും 4 ശബ്ദങ്ങൾ കേൾക്കുന്നതിലേക്ക് 3 കാര്യങ്ങൾ, ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, സ്മെല് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ടേസ്റ്റ് ചെയ്യുന്ന 1 കാര്യങ്ങൾ, 1 or 2 ടൈംസ്, അതായത് വിത്തിൻ 2 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി കാം ഡൗൺ സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റും. സൈക്കോളജിക്കലി പ്രൂവൺ ടെക്നിക്കാണ്, ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്, സൈക്കോളജിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എസ്പെഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ കേസുകളിൽ, സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. 5, 4, 3, 2, 1. സോ നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ ഒരു തവണ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു തവണ കൂടെ. ഇതിപ്പോ പലതവണ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ ഈ പ്രോസസ്സ് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. മിനിമം 3 ടൈംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രെയിനിൽ ഈ പ്രോസസ്സ്, നമുക്ക് ആൻഷ്യസ് ആവുന്ന, സ്ട്രെസ്ഡ് ആയിരിക്കുന്ന, ഭയം തോന്നുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് പേടിച്ച് വിയർത്തിരിക്കുന്ന സന്ദർഭത്തിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റിയാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. എൻ്റെ മോന് മുമ്പ് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ഉറക്കത്തിൽ ഞെട്ടി നിൽക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ബാറ്ററി സെൻറ്റഡ്. അപ്പോൾ അവന് ഞാനിത് വൺസ് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ വരാറില്ല. കാരണം അവിടെയാണിത്. ബിക്കോസ് നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ത്രെഡ് മെസ്സേജ് പോകുന്നില്ല. അത് അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അളവ് കുറക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടെക്നിക്. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി? 1, 2, 3, സ്റ്റാർട്ട്. Look at 5 things. 1, 2, 3, 4, 5. Then 4 കാര്യങ്ങളിൽ ടച്ച് ചെയ്യാം, ഫീൽ ചെയ്യാം. ഇവന്തോ നിങ്ങളുടെ ഷർട്ട് നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യാം കേട്ടോ. ഷർട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഡ്രസ്സ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഇരിക്കുന്ന ചെയറിന്റെ ഒരു ഭാഗത്ത്, തൈന്റെ ഒരു അടിഭാഗം, തുടയുടെ അടിഭാഗം മാത്രമായിരിക്കും ടച്ച് ചെയ്യുന്നത്. കാല് തറയിൽ പറ്റുന്നത്. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ദെൻ 3 സൗണ്ട്. 1, 2, 3. ദെൻ 2 തരം സ്മെല്ലുകൾ, റൂമിൽ നിന്നുള്ള സ്മെല്ലുകളോ എന്തോ ആവാം. എൻ്റെ അടുത്ത് കേട്ടൻ്റെ സ്മെല്ലും വരും, അതല്ലെങ്കിൽ നമ്മുടെ ടൗലിൻ്റെ പലതായിട്ടുള്ള. തന്നെ ഒരു കാര്യം ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. മുമ്പ് ഒരാൾ വിരൽ വായിലിട്ട് വെച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. സോ അത് എ വണ്ടർഫുൾ ടെക്നിക്കാണ്. നിങ്ങൾക്ക് പരീക്ഷ ഹാളിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷനാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല.
ആകെ ടെൻസ്ഡ് ആയിരിക്കുന്നു, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 1 2 3 4 5 നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു 1 2 3 4 5 എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം ഇത് കോപ്പി അടിക്കുന്ന കാറ്റഗറിയിൽ വരില്ലല്ലോ. 1 2 3 5 നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് നമുക്ക് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് ടേബിളിൽ എഴുതി വെക്കാം. നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. സോ നിങ്ങൾക്കിത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇതിന് എന്താണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ്, ഹൗ ഡു യു ഫീൽ? അടുത്തതിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ഒന്ന് ചാറ്റിൽ പറയാവോ? ഓക്കെ, ജസിന മാം താങ്ക് യു, യൂസ്ഫുൾ, വെരി ഗുഡ്, ഓക്കെ, സൂപ്പർ ആണ്, ഓക്കെ, യെസ്, വണ്ടർഫുൾ. ഓക്കെ ഓക്കെ, സോ വെരി എഫക്റ്റീവ് മനോജ് സാർ. ഓക്കെ ഓക്കെ, മനോജ് കുമാർ സാർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. നമ്മൾ അടുത്തത് ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാവുന്ന മറ്റൊന്നുള്ളത് ബ്രീത്തിങ് എക്സസൈസുകളാണ്. നിങ്ങളുടെ ബ്രീത്ത് അത് രണ്ട് രീതിയിൽ ചെയ്യാം. നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അതിന്റെ ഇരട്ടി സമയത്തിലായിട്ട് എക്സൈൽ ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രത്ത്. അത് ഒരു തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ടേക്ക് എ ഡീപ് ബ്രത്ത്, എക്സൈൽ, പതിയെ വളരെ സാവധാനം എന്ത് ചെയ്യാം, ഒരു ഡീപ് ബ്രത്ത് എടുക്കുക, എക്സൈൽ. 2 3 തവണ. നമ്മൾ ചുറ്റും ശബ്ദം ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്നില്ല, ചുറ്റുള്ള ആളുകളെ അറിയുന്ന രീതിയിൽ. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് എടുക്കാം. ഇനി അല്ലെങ്കിൽ കൂടെ എന്ത് ചെയ്യാം, ടേക്ക് എ ഡീപ് ബ്രത്ത്. അത് ഏത് സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം, സൈലന്റ് ആയിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതുപോലുള്ള ഒരു ആൻഷ്യസ് അല്ലെങ്കിൽ ഫിയർ ഇതൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് പലർക്കും പല സ്ഥലത്തായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് വയറ്റിലൊരു കാളലായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, ചിലർക്ക് നെഞ്ചിലൊരു എരിച്ചിലായിട്ടായിരിക്കും, ചിലർക്ക് തലയിൽ എന്തോ ഒരു ഭാരം പോലെ ആയിരിക്കും, ചിലർക്ക് ശബ്ദം സൗണ്ട് നിന്ന പോലെ ആയിരിക്കും, എന്തോ പറയേണ്ടതെന്ന് അറിയാതെ ശബ്ദം നിൽക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇതൊന്നല്ലാതെ വേറെ എന്തെങ്കിലും തരം ഫീലിങ്സുകൾ വരാറുണ്ടോ? അതുപോലുള്ള സ്റ്റക്ക് ആവുന്ന സമയങ്ങളിൽ, ഫിയർ അല്ലെങ്കിൽ ആൻഷ്യസ് ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. സോ നമുക്കിതിൽ ചെയ്യാൻ പറ്റാവുന്നത്, നമ്മൾ ആ ഒരു എവിടെയാണോ സ്റ്റെക്ക് അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടേക്കുള്ള എനർജി വലിച്ചെടുക്കുന്ന രൂപത്തിലും അത് എക്സൈൽ ചെയ്ത് കളയുന്ന രീതിയിലും എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വയറിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്വാസം മുഴുവൻ വയറിലേക്ക് എടുക്കുക. വയറാണ് വീർത്ത് വരേണ്ടത്, നെഞ്ചല്ല, ചെസ്റ്റ് അല്ല. രണ്ട് രീതിയിലുണ്ടാവും, ചെസ്റ്റ് വരും, വയറ് വരും. ഇമോഷണലി കണക്റ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് വയറിന്നായിരിക്കും ബ്രീത്ത് എടുക്കുന്നത്. നിങ്ങൾ ചെറിയ കുട്ടികൾ കരയുമ്പോഴൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുട്ടി വളരെ ഇമോഷണലി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സീനിൽ അല്ലെങ്കിൽ അങ്ങനെ അത്ര ഇമോഷണലൊക്കെ ആയിട്ടുള്ള ഒരു ഇതിലാണ് കരയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വയറിന്നായിരിക്കും ശ്വാസം എടുക്കുന്നത്, അല്ലെങ്കിൽ ചെസ്റ്റിൽ നിന്നായിരിക്കും. ഇപ്പൊ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റ് എവിടുന്ന് ബ്രത്ത് എടുക്കുന്നത് എന്നുള്ളത് നമ്മളോട് ഒബ്സർവ് ചെയ്യാൻ പറയും. നല്ല ട്രെയിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് അത് ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കും. കാരണം നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അവരനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിന്റെ ആ ഒരു മാനസികാവസ്ഥയുടെ ഇന്റൻസിറ്റി നമുക്ക് അളക്കാൻ പറ്റും, അവരുടെ ബ്രത്തിന്റെ താളവും ഒക്കെ മനസ്സിലാക്കിയിട്ട്. സോ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അത് ഞാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം എന്നുള്ളത്. സോ ഇതിപ്പോ ഞാൻ 2 എണ്ണം പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ മോഡലുകൾ ഉണ്ട്, അതുപോലെ കോൺഷ്യസ് ആയിട്ട് ഉള്ളത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. നമ്മുടെ ബ്രെയിനിന് 2 പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് 2 പാർട്ട് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മേ ബി കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇതിൽ സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതായത് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേയേറെ കാര്യങ്ങൾ പ്രീസെറ്റ് ആണ്. ഇപ്പൊ റിഫ്ലക്ഷൻ, ഒരു കണ്ണിന്റെ നേരെ എന്തെങ്കിലും ഒരു പ്രാണി വരുന്ന സമയത്ത് കണ്ണടക്കുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, വൺസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസും അതങ്ങനെ ഒരു 4 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് കോൺഷ്യസ് ആയിരിക്കും, ടയർ കറങ്ങുന്നത് നമ്മൾ അറിയുന്നുണ്ടായിരിക്കും, പെഡൽ ചെയ്യുന്നത് അറിയുന്നുണ്ടാവും. എല്ലാതും നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണ് ചെയ്യുന്നത്. വൺസ് നമ്മൾ സൈക്ലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ കുട്ടികൾ സൈക്ലിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പെഡലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. സൈക്കിൾ ഓട്ടുമ്പോൾ നിങ്ങൾ മൂളിപ്പാട്ട് പാടുന്നുണ്ടാവും. ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്പീഡ് കുറക്കുന്നതിനെ കുറിച്ചിട്ടോ ചിന്തിക്കാറില്ല. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടേക്കാണ് നമ്മൾ ഇത്തരം മെസ്സേജുകൾ പോകുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള ആക്ടിവിറ്റികളിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ JPMR എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അത് JPMR പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നാണ്. അതിന്റെ മുമ്പ് എന്താ ജോൺസൺ ജേക്കബ്സൺ എന്താണ് മറന്നുപോയി. ജേക്കബ്സ് എന്നാണെന്ന് തോന്നുന്നു. മനോജ് കുമാർ സാർ ജേക്കബ്സ് അല്ലേ? ജേക്കബ്സ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അല്ലേ? അതായത് PMR പ്രോഗ്രസീവ് ജേക്കബ്സൺ ആണ് സാർ. യെസ്, അതെ. ജേക്കബ്സ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം എല്ലാം കൂടെ പറഞ്ഞുതരാൻ നമുക്ക് സമയപരിമിതി ഉണ്ടാകുക ഒരു 1/2 hour 35 minutes ഉള്ളൂ. സോ നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് JPMR ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ. പക്ഷെ അതിന് ഒരു നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ സീറ്റിലോ കസേരയിലോ ഒക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യാം. എങ്കിലും കൂടെ കടന്നിട്ടുള്ളതാണ് അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ ധാരാളം NLP മെത്തേഡുകളൊക്കെ ഉണ്ട്. സോ അത്തരത്തിലുള്ള നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചിട്ട് അത് ലൈഫിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ദെൻ ഇതിനകത്ത് പരീക്ഷയിൽ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് there is no luck എന്നുള്ളതാണ്. നമ്മളറിയില്ല, പ്രിപ്പറേഷൻ, നമ്മുടെ തയ്യാറെടുപ്പുകൾ അവസരത്തെ കൂട്ടിമുട്ടുന്നതാണ് നമ്മളിതിനകത്ത് ലക്ക് എന്ന് പറയുന്നത്. സോ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു സെൽഫ് ടോക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇതിലെ അടുത്ത ഒരു സ്റ്റേജ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെയൊക്കെ തളർത്തി കളയുന്നത് നമ്മുടെ തന്നെ സെൽഫ് ടോക്സ് ആണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സെൽഫ് ടോക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ, അങ്ങനെ ഇരിക്കാത്ത ആരുമില്ല. നമ്മൾ നിരന്തരമായ സൈലന്റ് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ ഈ സെൽഫ് ടോക്ക് ഡിലേ ആക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. മീൻസ് മറ്റു പലതിലും ഫോക്കസ് ചെയ്തിട്ട് ഈ സെൽഫ് ടോക്ക് വരാതെ നോക്കാറുണ്ട്. അതായത് ബ്രത്തിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത്രയും സമയം നമ്മുടെ സെൽഫ് ടോക്കിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അതിങ്ങനെ ഡിലേ ആക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സോ ഇവിടെ അതാണ് ഇത്. സെൽഫ് ടോക്ക് നിങ്ങൾ ചിന്തിക്കുക, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇൻ കേസ് നിങ്ങളത് പല രീതിയിലും ശ്രമിച്ചിട്ട്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിന്ന് മാറിപ്പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ കൺസൾട്ട് വിത്ത് എ സൈക്കോളജിസ്റ്റ്. കാരണം CBTയിലെ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരു തെറപ്പിസ്റ്റിന് നിങ്ങളെ ഇതിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് എക്സാം ഫിയേഴ്സ്. ഭാവിയിലെ ഒരു എക്സാമിനെ സംബന്ധിച്ച് മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് ടോക്ക് ഇറ്റ്സ് റോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ പരാജയപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും വരുന്നത് പരാജയങ്ങളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ചിട്ട് ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾ അതേക്കുറിച്ചിട്ട് അവെയർ ആയിട്ടും അതിനെ ഒബ്സർവ് ചെയ്തിട്ടും ബോധപൂർവ്വം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഗോ കൺസൾട്ട് വിത്ത് സൈക്കോളജിസ്റ്റ്. ഒരു 4-5 സെഷനോട് കൂടി അവരെന്ത് ചെയ്യും, അതിന് കോപ്പപ്പ് ചെയ്ത് പോകാനും അതിന് ഓവർകം ചെയ്യാൻ ആവശ്യമായ ട്രെയിനിങ് അവർ നിങ്ങൾക്ക് തരും. അത്തരം ട്രെയിനിങ്ങുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഹോൾ ലൈഫ് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇറ്റ്സ് അബൌട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അതായത് വളരെ പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ കാരൽ ഡൊക്കിന്റെ ഒരു തിയറിയാണ് അത്, ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം പഠിക്കുന്നത് ബുദ്ധിയുള്ള കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ്. സത്യത്തിൽ ലേണിംഗ് ഈസ് എ ലേണബിൾ സ്കിൽ. നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെയാണ് ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള അയാൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ് ചിന്തിക്കുന്നത്, ഓക്കെ എൻ്റെ മോൻ ഇത്രേ കഴിവുള്ളൂ, എനിക്ക് ഇത്രേ കഴിവുണ്ടായിരുന്നുള്ളൂ, എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര മാർക്കാണ് കിട്ടിയിരുന്നത്, എൻ്റെ വൈഫിന് ഇത്ര മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അച്ഛനും അമ്മമ്മയ്ക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ശരാശരി കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ഇതാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹയസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ആളില്ല.
അല്ലെങ്കിൽ അത്ര സ്കില്ലുള്ള അത്രയും ബുദ്ധിപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിലൊന്നുമില്ല, ഞങ്ങളുടെ ജനറ്റിക്സിൽ എവിടെയും ഇല്ല, ഞങ്ങളുടെ ജീനിൽ എവിടെയില്ല, അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ലിമിറ്റ്, എന്നെ കൊണ്ട് പറ്റുന്നത് ഇതാണ്. മാത്രമല്ല, എന്തെങ്കിലും ഒന്നിന് ശ്രമിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, അവരതങ്ങ് കൺഫേം ചെയ്തെടുക്കും, ശരിയാണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. സത്യത്തില് ആർക്കും ഒരു ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ ഒക്കും. കാരണം ബ്രെയിനിലെ സിനാപ്റ്റിക് കണക്ഷൻസ് രൂപപ്പെടുത്തിയെടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകളിലൂടെയാണ്. സോ വൺസ് നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റികൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾ നിരന്തരമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ പാത്വേ രൂപപ്പെടും. സോ വൺസ് അത്തരം പാത്വേ രൂപപ്പെടുകയും അത് സ്ട്രോങ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും പറ്റും. സോ മനുഷ്യന് എന്തും പഠിച്ചെടുക്കാൻ പറ്റും. മറ്റൊരാൾക്ക് ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഒരു പക്ഷെ പേസ് ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷെ 6 മാസം കൊണ്ടായിരിക്കും അത് പഠിച്ചെടുക്കുന്നത്, നമ്മൾ ചിലപ്പോൾ 1 വർഷം എടുക്കും, 1.5 വർഷം എടുത്തേക്കാം. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അവർ പഠിക്കുന്നതിലും മുമ്പേ അതിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് ആയിട്ടുള്ള ഇതാണ് ലിമിറ്റ്, ഞങ്ങൾ ഇത്ര വരെ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇത്രേ കഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ലിമിറ്റിംഗ് ബിലീഫുകളിൽ തളച്ചിടരുത്. സോ ഫോക്കസ് ഓൺ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഏത് സിറ്റുവേഷനും ഫ്രം റൈറ്റ് നൗ, ഇപ്പൊ തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്തും മാത്രമല്ല, ലൈഫിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതുതായിട്ട് തുടങ്ങാം, ഏത് നിമിഷം വേണമെങ്കിലും പുതുതായിട്ട് തുടങ്ങാം. നമ്മൾ തീരുമാനം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പാസ്റ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഹോണ്ട് ചെയ്യാൻ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ പാസ്റ്റ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയത് തുടങ്ങാൻ പറ്റും. ഈ പുതിയത് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം അതും കൂടിയും പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവന് ഇത്രയും കാലം 5 A+ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു സ്കില്ലും കപ്പാസിറ്റിയും കഴിവും അറിവും അവൻ്റെ ഒരു രീതിയും വെച്ചിട്ട് അവൻ്റെ മാക്സിമം ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അവന് 5 A+ ആണ്. ഇനി അതെനിക്കത് 10 ആക്കണം എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. കുറേയേറെ കാര്യങ്ങളിൽ ഇതുവരെ 5 കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും 5 A+ കിട്ടിക്കൊണ്ടിരുന്നത്. 5 ശീലങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ 5 എന്ന് ജസ്റ്റ് ഒരു ഇമാജിനറി നമ്പർ പറയാണ്. 5 ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൈഫിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് 5 A+ കിട്ടിയത്. 5 തരം ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് 5 A+ കിട്ടിയത്. സോ ഈ 5 എന്ത് ചെയ്യേണ്ടി വരും, 10 ആക്കേണ്ടി വരും. ഡബിൾ ഇമ്പാക്ട് വരുത്തേണ്ടി വരും. ഡബിൾ ഇമ്പാക്ട് വരുത്താൻ നമ്മളെ ഇരട്ടിയാക്കണം എന്നില്ല. അവിടെയാണ് ലൈഫിന്റെ അതർ ബ്യൂട്ടി. നമ്മൾ ടൈനി ആയിട്ടുള്ള ചേഞ്ചസിലൂടെ, നിസ്സാരമായ മാറ്റങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഘട്ടം ഘട്ടമായിട്ട് ഇതിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ 5ഉം 10ഉം അല്ല, സക്സസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1ന്റെ ഡബിൾ അല്ല അടുത്തത്. സോ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് ജെയിംസ് ക്ലിയറിന്റെ. നിങ്ങൾക്ക് അതിന്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ, 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉള്ള ആ ബുക്കിന്റെ സമ്മറിയും ഡിസ്ക്രിപ്ഷനൊക്കെ. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് 5 A+ ഈസി ആയിട്ട് 10 ആക്കി മാറ്റാന്നുള്ളത്. വളരെ നിസ്സാരമായ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ഹാബിറ്റ് ചേഞ്ചിലൂടെ, ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റിയെടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമുക്കിത് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി, സാധ്യതകൾ ഉള്ളത്. സോ എനിക്ക് 5 ആണ് ഇത്രയും കാലം കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ഇനിയും എനിക്ക് 5 കിട്ടൂ എന്നതിനർത്ഥമില്ല. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തള്ളിക്കളയുക. കാരണം അവർക്ക് നമ്മുടെ ലൈഫിൽ ഒരു റോളും ഇല്ല. കാരണം നമ്മുടെ പ്രോഗ്രസ് തടയുന്നത് അവരാണ്. നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൺസ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ, നിലവിൽ നിങ്ങൾ 5 A+ കിട്ടാൻ 5 സബ്ജക്റ്റുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന രീതി ഒരുപക്ഷെ മാറ്റേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്, റീഡ് അലൗഡ് കൂടുതൽ ഉച്ചത്തിൽ വായിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു വ്യത്യസ്തമായ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്കില്ല് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം,
നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി, അണ്ടർസ്റ്റാൻഡിങ് രീതി മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചത്, ഇപ്പൊ നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കുന്നു, അതെന്ത് ചെയ്യാം, നിങ്ങളൊരു ടീച്ചറാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സാങ്കല്പികമായ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പഠിച്ചൊരു കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യാണ്, അത് റീഇമ്പോസ് ചെയ്ത് പോവാണ്, അത് ഫിക്സഡ് ആയി പോവാണ്. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ അത് മാറിപ്പോയില്ല, മറന്നു പോകുന്ന ഒരു പ്രശ്നമേ വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരത് പഠിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ഒരു തിയറി പഠിച്ചു, അതെന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇമാജിനറി ആയിട്ടും പഠിപ്പിക്കാം, റിയൽ ആയിട്ടുള്ള ഒരാളെയും പഠിപ്പിക്കാം. ചിലരത് പാട്ടിന്റെ രൂപത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം, അതും വളരെ സക്സസ്ഫുൾ ആണ്. സോ അതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈൻഡ്, യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ ആപ്പുകൾ ഉണ്ട്, ധാരാളം ആപ്പുകളിൽ എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ട് ഇതേ തെർമോഡൈനാമിക്സ് ഡിഫറെൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും, കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ. നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി, മെത്തേഡുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാം. അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഫോർമുലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലതവണ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കാരണം എഴുതുന്ന സമയത്ത് ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് വേറെയാണ്, നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് വേറെയാണ്, നിങ്ങൾ ടീച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ്, ഇതൊക്കെ ബ്രെയിനിന്റെ പല പല മേഖലകളിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്, ചേർക്കപ്പെടുന്നത്. എന്താ അതിന്റെ ബെനിഫിറ്റ്? ഒരൊറ്റ മേഖലയിൽ ഒരൊറ്റ രീതിയിൽ മാത്രം പഠിച്ച ഒരാൾ അത് റീകളക്ട് ചെയ്യാൻ, എക്സാം ഹാളിൽ നിന്ന് അത് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ബ്രെയിന് പ്രോപ്പറായിട്ട് അത് നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പല രീതിയിലായിട്ട് ബ്രെയിനിന്റെ പല ഏരിയകളിൽ, പല ഏരിയ എന്ന് പറയുന്നതിന് സിംബോളിക് ആയിട്ട് പറയുന്നതാണ് കേട്ടോ, ഇറ്റ്സ് ഡിഫറെന്റ് ആണ്. ഓരോ ബ്രെയിനിന്റെ ഓരോ ഏരിയകളും ഓരോ തരം ഫംഗ്ഷനുകളാണ്. സോ പല ഫംഗ്ഷനുകളിൽ നമ്മളിത് ന്യൂറൽ പാത്വേകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് റീകളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പലതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുപോലെ പാറ്റേൺസ് മനസ്സിലാക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞങ്ങൾ ചെസ്സോ കളിക്കുമ്പോൾ, ചെസ്സൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ചെസ്സിൽ ആക്ച്വലി വെറും 6 കരുക്കളേ ഉള്ളൂ. 32 ഉണ്ടെങ്കിലും 6 തരം നീക്കങ്ങൾ മാത്രമാണ് നമ്മൾ ചെസ്സിൽ പഠിക്കേണ്ടതുള്ളൂ. സോ വൺ ചെസ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബ്രെയിനിൽ പാറ്റേൺ റെക്കഗ്നീഷൻ സ്കില്ല് ഡെവലപ്പ് ആവും. പലതരം സ്കില്ലുകൾ ചെസ് കളിക്കുമ്പോൾ ഡെവലപ്പ് ആവും. അതിലൊന്നാണ് ഇപ്പോൾ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻസ്. സോ സെയിം പാറ്റേൺ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ നടത്തി നോക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പാറ്റേൺസ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് എക്സാം ഹാളിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവിഷൻ മെത്തേഡ്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ഒരു മെന്ററുടെ സഹായത്തോട് കൂടിയിട്ട് അത് തിരുത്തിയെടുക്കുക. നിങ്ങളുടെ ടീച്ചറോ, നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങളോട് താല്പര്യമുള്ള ഒരു ടീച്ചർ എന്തായാലും കാണും സ്കൂളിൽ. നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രിയിലാണ് പ്രശ്നമെങ്കിൽ കൂടെ വേറെ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പെറ്റ്, അവരെ അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷന് പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റൊരു മെന്ററെ, ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഹെൽപ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. സോ പിന്നെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഡയറ്റിന്റെ കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി നിങ്ങൾ എൻഷുർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബയോളജിക്കൽ പ്രൈം ടൈം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മോർണിംഗിൽ എഴുന്നേറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സമയം തന്നെ ഉപയോഗപ്പെടുത്തുക. അതല്ല, നിങ്ങൾക്ക് ഈവനിങ്ങിൽ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അത് തന്നെ നോക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിച്ചാലേ നന്നാവൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ആളുകളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, 2 സമയത്തിലും നോക്കും. സോ നിങ്ങളുടെ കുട്ടികളുടെ പാരന്റ്സ് ആണ് ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പാരന്റ്സ് അറിയാം, അവർക്കറിയാം എന്ത്, രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും, കൂടുതൽ കിട്ടും. ബ്രഹ്മമുഹൂർത്തത്തിന് കുറേയേറെ ഓഫ് കോഴ്സ് ബ്രഹ്മമുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട്, ഞാൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. പക്ഷെ എല്ലാ കുട്ടികൾക്കും അതെന്തല്ല, മാച്ച് അല്ല. അതുകൊണ്ട് തന്നെ, കാരണം ഞാനൊരു സിമ്പിൾ സ്റ്റോറി പറയാം, എല്ലായിടത്തും പറയുന്നതാണ്, എല്ലാവരും പറയുന്നതാണ്. കാട്ടിലൊരു മത്സരം വെച്ചു, രാജാവിനെ തെരഞ്ഞെടുക്കാനാണ്. അപ്പോൾ അത് നടത്തേണ്ട ചുമതല 2 കുരങ്ങന്മാർക്കായിരുന്നു.
അപ്പൊ അവർ മത്സരം വെച്ചത് ഇതാണ്. കാട്ടിലെ എല്ലാ ജീവികളെയും വിളിച്ചു വരുത്തി ആമയുണ്ട്, മുയലുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, മുതലുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. മത്സരം ഇതാണ്. തൊട്ടടുത്ത് കാണുന്ന ഒരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിലേക്ക് ആദ്യം ഓടി കയറുന്ന ആളായിരിക്കും ഈ രാജ്യത്തെ രാജാവായിട്ട് നിശ്ചയിക്കുന്നത്. അതൊരിക്കലും നീതിപൂർവം അല്ലല്ലോ, അറിയാലോ. കാരണം എല്ലാ മൃഗങ്ങൾക്കും മരം കയറാൻ കഴിവില്ല. പലർക്കും പലതിലാണ് സ്കില്ല്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അവരുടെ ഒരു ബയോളജിക്കൽ പ്രൈം ടൈമോ കണ്ടുപിടിച്ചിട്ട് അതിലെന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പഠനത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഫിയർ ആണോ, ആംഗ്രി ആണോ, സാഡ് ആണോ, ഹെൽപ്ലെസ്നെസ് ആണോ, എന്താണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ മക്കളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒരു ബഹളം ഉണ്ടാവുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടി എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുക. എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടണമെന്നില്ല. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുട്ടികൾ പലതരം ഇമോഷൻസ് ആയിരിക്കും ഈ ബഹളമൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. അത് പാരന്റ്സ് പലപ്പോഴും ഒബ്സർവ് ചെയ്യാറില്ല. പാരന്റ്സ് മുൻവിധിയോട് കൂടിയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. കാരണം കുറെ ഉണ്ട്, സ്റ്റഡി ഷെഡ്യൂൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത് വരുന്ന ആഴ്ചകളും ഇതിന്റെ പ്രോഗ്രാമുകളുള്ളതുകൊണ്ടും ഇനിയും ട്രെയിനേഴ്സ് പലരും വരാനും പല ടോപ്പിക്കുകളും ഇതിൽ കവർ ചെയ്യുന്നുള്ളതുകൊണ്ടും എല്ലാറ്റിന്റെയും ഹെഡിങ് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പലരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പല കൺസെപ്റ്റുകളെയും പറയും. വിത്തിൻ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, സർക്കിൾ ഓഫ് കൺട്രോൾ ആൻഡ് സർക്കിൾ ഓഫ് കൺസേൺസ്. നിങ്ങൾ അത് കേട്ട് കാണും. ഒരു എക്സ്ക്യൂസ് മീ, സർക്കിൾ ഓഫ് കൺട്രോൾ ആൻഡ് കൺസേൺസ്. അതായത് നമ്മളൊരു ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. സർക്കിളിനകത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നമുക്ക് നിയന്ത്രണങ്ങളുള്ള ഇതാണ് കൺട്രോൾ സർക്കിൾ. മറ്റേത് കൺസേൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു പരീക്ഷാ ഹാളിന്റെ ഒരു സർക്കംസ്റ്റാൻസസ് എടുക്കാം. പരീക്ഷാ ഹാളിൽ അതിന്റെ സർക്കിളിൽ പുറത്തു വരുന്ന കാര്യങ്ങളാണ് ഒന്ന് റഫർ ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർ, ഇൻവിജിലേറ്റർ ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്നുള്ളതിന്റെ പുറത്ത് നമുക്കൊരു കൺട്രോളും ഇല്ല. നമുക്കറിയില്ലല്ലോ ആരാണ് ഇൻവിജിലേറ്റർ ആയിട്ട് വരിക. അല്ലെങ്കിൽ ഒരു ബാഡ് ടീച്ചറാണോ, റഫായിട്ട് പെരുമാറുന്ന ഒരു ടീച്ചറാണോ നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ എക്സാമിന് മാർക്ക് ഇടാൻ വരുന്നത്, അല്ലെങ്കിൽ പരീക്ഷ നിയന്ത്രിക്കാൻ വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ ഈ എക്സാമിന്റെ ലെവല്, ടഫ്നെസിന്റെ ലെവല്, ഇതിലെന്തില്ല, എനിക്കൊരു കൺട്രോളും ഇല്ല. എനിക്ക് അതിന്റെ പുറത്തൊരു നിയന്ത്രണവും ഇല്ല. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ പെർഫോമൻസ്, ഞാൻ മത്സരിക്കുന്നത് ഇന്നൊരാളായിട്ട്, മത്സരിക്കുന്നത് തെറ്റാണ്. നമ്മളോട് മാത്രമേ മത്സരിക്കാവൂ. സോ അപ്പുറത്തുള്ള ഒരു കുട്ടിയുടെ, മറ്റു കുട്ടികളുടെ പെർഫോമൻസിൽ നമുക്ക് എന്തില്ല, ഒരു കൺട്രോളും ഇല്ല. പക്ഷെ സർക്കിളിനകത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യത്തിന് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പഠനം അത് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളത് അത് നമുക്ക് കൺട്രോളുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഗെറ്റിംഗ് എനഫ് സ്ലീപ്പ്, ആവശ്യത്തിന് ഉറക്കം, അത് നമുക്ക് കൺട്രോളുള്ള ഒരു കാര്യമാണ്. ആണല്ലോ, നമുക്ക് നിയന്ത്രിക്കാലോ, നമുക്ക് പ്ലാൻ ചെയ്യാലോ. സോ അതുപോലെ നമ്മുടെ ടൈം മാനേജ്മെന്റ്, എക്സാം ഹാളിലുള്ള ടൈം മാനേജ്മെന്റ്, അതൊക്കെ വേറെ സെഷനിൽ വരും. എക്സാം ഹാളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ സാബു സാർ കൊണ്ടുവരും. ദെൻ പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ഈ കൺട്രോൾ, ഇതെല്ലാം കൺട്രോൾ സർക്കിളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ഫലങ്ങൾ പലതും എന്തായിരിക്കും, പുറത്തു വരുന്നതായിരിക്കും. പക്ഷെ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. മറ്റുള്ളതൊക്കെ എന്താണ്, മറ്റുള്ളതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഏത് തരം ക്വസ്റ്റ്യൻസാ പരീക്ഷയ്ക്ക് വരിക എന്നുള്ളതിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഒരു ബാഡ് ഇൻവിജിലേറ്റർ വരുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? മാർക്കിടുന്ന കാര്യത്തിൽ അധ്യാപകന്, ഈ മാർക്കിടാൻ പോകുന്ന അധ്യാപകന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കും? സോ നിങ്ങൾക്ക് കൺട്രോളുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക, അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വിധിക്ക് വിട്ടുകൊടുക്കുക. ദൈവത്തിനോ വിധിക്കോ ആർക്കും വേണമെങ്കിലും വിട്ടുകൊടുക്കാം. സോ ഐ വുഡ് ലൈക്ക് ടു വൈൻഡ് അപ്പ് ദ സെഷൻ.
സാബു സാർ? യെസ് സർ. ഒരു 2 സിസ്റ്റം ഓൺ ആണ്. ഓക്കെ, എന്നാ Q&A സാർ കൈകാര്യം ചെയ്യുമല്ലോ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. ഓക്കെ സാർ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ദ ടൈം. ഓക്കെ, താങ്ക് യു Thank you സർ. very much. വളരെ പ്രത്യേകതയുള്ള ഒരു സെഷനാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷാ സമയത്തേക്ക് വരുമ്പോൾ ഒരു ഡിസ്ട്രസ്സിൻ്റെ പാർട്ടാണ്. അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ മൈൻഡ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൈൻഡാക്കി മാറ്റാമെന്ന് 5, 4, 3, 2, 1 സെഷനിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം സാറ് പറഞ്ഞ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം, നമ്മളെപ്പോഴും ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലായിരിക്കും, പ്രത്യേകിച്ച് എക്സാമിനേഷൻ ടൈമിലൊക്കെ. അപ്പോൾ അതിനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ആ ഫോമിലേക്കൊന്ന് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ആ എഴുതുന്ന വ്യക്തി മാത്രമല്ല, നമ്മൾ മാതാപിതാക്കൾക്ക് പോലും, പേരൻസിന് പോലും ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ 2 ഏരിയകൾ വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം സാറിനോട് ചോദിക്കാം. സാറിന് വേറൊരു സെഷൻ ഉണ്ട്, അപ്പോൾ ഉടനെ പോകും. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ, ആർക്കെങ്കിലും. Sir, പറയും. sir, സ്ലീപ്പ് ആണ്. ഞാനിപ്പോ അടുത്ത് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ചെയ്തതാണ്. അപ്പൊ അതിനല്ല, എനിക്കിപ്പോ MA സൈക്കോളജിയുടെ എക്സാമിന്റെ സമയത്ത് കുറച്ചൊരു സ്ലീപ്പിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒന്നാമത് നല്ലപോലെ പഠിക്കാൻ കിട്ടണമെന്ന് എനിക്കറിയാം, എന്നാലും ഒരു സ്ലീപ്പിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ലീപ്പ് എന്താണ് കറക്റ്റ് ആയിട്ട് നല്ല സൗണ്ട് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. അതിലേറെ പ്രധാനപ്പെട്ടത്, മുമ്പ് കഴിഞ്ഞ വർഷം 2022 തോന്നുന്നു, സാബു സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ലീപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു 1 hour സെഷന് യൂട്യൂബ് വീഡിയോയിൽ 1-2 സെഷൻ അല്ലേ സാർ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പും അതിന്റെ ഒരു സയൻസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി പ്ലാൻ. എല്ലാ ദിവസവും നമുക്ക് എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടതുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുന്നേൽക്കേണ്ടത് 6 മണിക്കാണ്. സോ ഞാൻ രാത്രി 10 മണിക്ക് കിടക്കും. 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ സ്ലീപ്പ് കിട്ടൽ അത്യാവശ്യമാണ്. നമ്മൾ പറയും APJ അബ്ദുൽ കലാം 4 മണിക്കൂറുള്ളൂ, നരേന്ദ്രമോദി 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ എന്നൊക്കെ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ ആയിരിക്കും. ശരാശരി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 7 to 8 hours സ്ലീപ്പ് കിട്ടുക എന്നുള്ളത് മസ്റ്റ് ആണ്. സോ നിങ്ങൾ ആദ്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താം. മറ്റൊന്ന്, സ്ലീപ്പ് ഹൈജീൻ ഉണ്ട്. നിങ്ങൾ 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീനിന്റെ മുമ്പിൽ നിന്ന് മാറിയിട്ടുണ്ടാവണം. കാരണം സ്ക്രീനിന്റെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തേക്ക് ഒരു വെളിച്ചം പോകുന്നുണ്ട്. ആ വെളിച്ചം പോകുന്ന സമയത്ത് അതിൽ നമ്മുടെ ശരീരത്തിൽ മെലാമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മെലാമിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക്, അതായത് നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജ്, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു സ്ലീപ്പ്, ഉറങ്ങേണ്ട സമയമല്ല, കാരണം വെളിച്ചം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വീണ്ടും അത് ഡിലേ ആവും. സോ അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 1 hour ബിഫോർ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബ്രഷ് ചെയ്യുക പ്രോപ്പറായിട്ട്, ഇളം ചൂടുവെള്ളത്തിലോ തണുപ്പ് വെള്ളത്തിലോ നിങ്ങളുടെ സൗകര്യം പോലെ ഒരു തവണ കുളിക്കുന്നത്. അതുപോലെ റൂമിൽ ഇരുട്ടാണെന്ന് ഉറപ്പുവരുത്തുന്നത്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത്. നല്ല സർഫേസിലാണ് എന്നുള്ളത്, മീൻസ് ക്വാളിറ്റി ഉള്ള ബെഡാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഇങ്ങനത്തെ കുറച്ച് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അത് എല്ലാ തവണയും അതുപോലെ കണ്ടിന്യൂ ചെയ്യണം. ആഴ്ചയിൽ 7 ദിവസവും എന്ത് ചെയ്യണം, അത് അതുപോലെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ 10 മണിക്ക് ഉറങ്ങി, നാളെ സെക്കൻഡ് ഷോ കണ്ടിട്ട് 1 മണിക്ക് ഉറങ്ങുന്നു, അടുത്ത ദിവസം 9 മണിക്ക് ഉറങ്ങുന്നു, നെക്സ്റ്റ് ഡേ 11 o'clock ഉറങ്ങുന്നു. നമ്മുടെ ബ്രെയിൻ ഗോട്ട് കൺഫ്യൂസ്ഡ്. സോ നമ്മുടെ ബ്രെയിനിൽ പ്രോപ്പർ മെസ്സേജ് പോകേണ്ടത് ഇതാണ് എൻ്റെ റുട്ടീൻ. നമുക്ക് തുടക്കത്തിൽ തോന്നും ഇത് സ്വാതന്ത്ര്യമല്ല എന്ന്, ഇതെന്റെ ഫ്രീഡത്തിനെ ബാധിക്കുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുമ്പോൾ കിടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എന്റെ ഫ്രീഡത്തെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രൈമറി തോന്നും. പക്ഷേ ഡിസിപ്ലിൻ ആണ് ഫ്രീഡം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, നമ്മൾ ഡിസിപ്ലിനിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ലൈഫിലും സക്സസ് ആവുള്ളൂ, നമ്മുടെ സ്ലീപ്പിലും സക്സസ് ആവുള്ളൂ. നമ്മുടെ സ്ലീപ്പ് പക്ക ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ഡേ ടൈം അടിപൊളിയാവുള്ളൂ. സോ ഒരു 2-3 hours മുമ്പെങ്കിലും അവസാനം സപ്പർ കഴിച്ചിട്ടുണ്ടാവണം. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. നമ്മുടെ ശരീരം നമ്മൾ ഉറങ്ങുന്ന സമയത്തും റെസ്റ്റ് എടുക്കാൻ പ്രാപ്തമായിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് മുമ്പ് കഴിച്ച 11:30 കഴിച്ച മട്ടൻ മന്തി
അരച്ചെടുക്കുന്ന പണിയിലായിരിക്കും നമ്മുടെ ശരീരം. അതോ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും ഫാറ്റാക്കി മാറ്റുന്ന പ്രവൃത്തിയിലായിരിക്കും നമ്മുടെ ശരീരം. നിങ്ങൾ ന്യൂട്രീഷൻ കോഴ്സ് പഠിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. സോ ഫുഡ് ഇങ്ങനെ ഇത്യാദി കാര്യങ്ങൾ, സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ബട്ട് ലേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ലെവല് ഇതിന്റെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് അഫർമേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെൽഫായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലതവണ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈഫിൽ അതൊരു നമ്മുടെ നോർമൽ റുട്ടീനായി മാറും. താങ്ക് യു സോ ഏകദേശം മച്ച്. ക്ലിയർ ആണ്. ഞാൻ കുറെയെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും സാറിന്റെ അടുത്ത് ഞാൻ ഒന്നുകൂടെ ചോദിച്ചതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക് തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. എക്സാം ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ലല്ലോ, നമ്മളും എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടല്ലേ ഇടക്ക്. നമുക്ക് താങ്ക് യു സോ മച്ച് സർ. അതെ അതെ, പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൻഷ്യസ് ആയിട്ടുള്ളത്. കുട്ടികളെക്കാളും ടെൻഷനും സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്നത് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണ്. സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ? സാർ പറയൂ. ഓക്കെ സാർ, വളരെ കുട്ടികൾക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ സാറിന്റെ ഇതിലുണ്ടായിരുന്നു. കാരണം സാറിന് സമയം കുറവായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് ലാസ്റ്റിൽ എൻ്റെ സംശയത്തിലേക്ക് പോവുകയാണ്. സർക്കിൾ ഓഫ് കൺട്രോൾ ആൻഡ് സർക്കിൾ ഓഫ് ആക്ഷൻ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ സാർ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ രണ്ടാമത്തെ കാര്യം സാർ പറഞ്ഞത് സർക്കിൾ ഓഫ് കൺട്രോൾ. അപ്പൊ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ട് അതിനുള്ളിൽ പുറത്തുമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി വെക്കണമെന്നാണോ, അതോ അത് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതിയോ? ഒന്ന്. രണ്ടാമത്തത് സർക്കിൾ ഓഫ് ആക്ഷൻ എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. സർക്കിൾ ഓഫ് ആക്ഷൻ അല്ല, കൺസേൺസ് എന്നാണ് അത്. അതായത് നമുക്ക് കൺട്രോൾ ഉള്ളതും കൺസേൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. വരച്ചു വെച്ചിട്ട് ആദ്യത്തെ തവണ എഴുതി വെച്ച് കഴിഞ്ഞാൽ സാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോയി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതുമ്പോൾ ബ്രെയിനിന്റെ വേറൊരു ഏരിയയിലാണ് അത് നോട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാത്വേ ഉണ്ടായിരിക്കും. സോ നമ്മൾ അത്യാവശ്യം വലിയൊരു പേപ്പറിൽ വലിയൊരു വൃത്തം വരച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ. ഒരു പ്രോബ്ലം വരുന്ന സമയത്താണ് നമുക്ക് ഇത് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നത്. ഇത് പക്ഷേ ഇത് വേറൊരെണ്ണം കൂടി ഉണ്ട്, ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു കൺസെപ്റ്റുമായിട്ട് കൂടെ ഇതിനെ മാച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇത് പോവാ. പക്ഷെ ഇതിൽ ഞാൻ ഇത് മാത്രം പറയാം, എഴുതി വെക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല. നമ്മളുടെ ഒരു ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോസസ്സ് വരുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഫിൽട്രേഷൻ വരും. എന്നിട്ട് നമുക്കിത് ഓക്കെ, ഇറ്റ്സ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കിട്ടുന്ന മെസ്സേജും അതിനോടുള്ള നമ്മുടെ റെസ്പോൺസും ആ രീതിയിലും പോസിറ്റീവും ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അത് അലൈൻഡ് ആയിക്കോളും അല്ലേ? യെസ്, കറക്റ്റ്. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? സാബു സാർ, ഞാൻ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യെസ് യെസ്, തീർച്ചയായിട്ടും നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്കുകളെല്ലാം ഉണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ. എന്തെങ്കിലും സംശയങ്ങൾ? അല്ലെങ്കിൽ മനോജ് സാർ, സാർ എപ്പോഴാണ് പോകണ്ടേ? പറയാം. ആൾമോസ്റ്റ് 8 o'clock ആയിരുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച് സാർ. ഞങ്ങൾ ഡിസ്കഷൻ നടത്തിക്കോളാം, കുഴപ്പമില്ല. താങ്ക് യു ഷിഹാബ് സാർ. സമയം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഷിഹാബ് സാറിന് അറിയിക്കുകയാണ്. താങ്ക് യു ഷിഹാബ് സാർ വൺസ് അഗെയിൻ. നസീമ എന്നാ പറഞ്ഞേ? റെക്കോർഡിംഗ് ഇല്ലേ സാറ്? പിന്നെ റെക്കോർഡിംഗ് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. മനോജ് സാർ. ഓക്കെ, മനോജ് sir, can you സർ, കഴിഞ്ഞ ഈ എക്സാം സെഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു ചുരുക്കം, ഒരു എക്സോപ്സ് ഒരു 3-4 പോയിന്റ് ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഓൾറെഡി യൂട്യൂബിലുണ്ട് റെക്കോർഡിംഗ്. പിന്നെ അതുപോലെ സാറിന്റെ സ്ലീപ്പിന്റെ അങ്ങനെ ഒന്ന് എനിക്കൊരു ഹായ് ഇട്ടാൽ മതി, ഒരു മെസ്സേജ് സ്ലീപ്പ് എന്ന് ഇട്ടാൽ. ഓക്കെ, മനോജ് സാർ പ്ലീസ്. സാർ, ഞാൻ ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ കേട്ടാണ്. ഷിഹാബ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള ഒരു സെഷനും വന്നിട്ടില്ല ശരിക്കും, ഷിഹാബ് സാറിന്റെ പ്ലാറ്റ്ഫോമിൽ. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല സാർ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളൊക്കെ ഓരോ ദിവസം ഓരോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഷിഹാബ് സാറാണ് ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്നത്. യെസ് യെസ്. അപ്പൊ അത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും
കുട്ടികൾക്ക് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ നമ്മളൊക്കെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരുത്തർ ഓരോ സാറിന്റെ പിന്നെ NLP ബേസ് ചെയ്തിട്ടുള്ള പല ടൂൾസും ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ സാർ ക്ലാസ്. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് ഈ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ സാർ? നമ്മൾ പഠിക്കുന്ന ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. അല്ല ഞാൻ പരീക്ഷ എഴുതുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല അവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്. കാരണം എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിവേ നമുക്കത് സാർ പറഞ്ഞോളൂ, അവർ കേട്ടോളൂ. അല്ല, ഞാനും ഇത് ചെയ്തില്ല. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ടവറിന് കുട്ടികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇത് ഉപകരിക്കുന്നുണ്ട്. ഞാൻ ഇനി മുതൽ ഞങ്ങളുടെ ഈ പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. ഞാനൊന്നും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ ഇതാരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാണല്ലോ സാറേ വേണ്ടത് കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ. ഇപ്പൊ അത്യാവശ്യം വേണ്ട ഏറ്റവും വലിയൊരു സബ്ജക്റ്റ് ആണല്ലോ കുട്ടികളുടെ. പലതരത്തിൽ എക്സാം മാത്രമല്ല, കുട്ടികളൊക്കെ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരൊക്കെ ജനിച്ചു വീണ ഈ കാലഘട്ടത്തിന്റെയും കൂടെ പ്രത്യേകത ഒരുപാട് തരത്തിലുള്ള എന്താണ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പരീക്ഷയും വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എന്താണ് അതുണ്ട്. അപ്പൊ അതിന് വലിയൊരു മാർഗമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ. നിരന്തരമായി അവർക്ക് കിട്ടുന്ന ഒരു അവയർനെസ് ആണ് ഇങ്ങനെയുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് ഇത്രയും എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ അഗാധ തലത്തിലുള്ള ബോധമൊക്കെ ഉള്ളവരൊന്ന് ക്ലാസ് എടുക്കുമ്പോഴേ പലതരത്തിൽ കുട്ടികളെ ബാധിക്കുന്നു. കുട്ടികൾക്ക് ബാധിക്കുന്നതല്ല, കുട്ടികൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. ഇതിനകത്തൊക്കെ കുറെ ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു ഉപദേശം കിട്ടുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിനിയിപ്പോ എന്തായാലും എന്താണ് ഈ ക്ലാസ്സുകളിലൊക്കെ വരാൻ തന്നെയാണ് തീരുമാനം. അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രയോജനം ഉണ്ടല്ലോ. നമ്മളെല്ലാം എന്താണ് പണ്ട് പറഞ്ഞു നമ്മളൊക്കെ എപ്പോഴും ഒരു empty കപ്പുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ സോ വൈ ഡോണ്ട്. പഠിക്കുന്നതെല്ലാം നമുക്ക് പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളാവണമെന്നില്ലല്ലോ. അപ്പൊ അതല്ലാതെ തന്നെ കുറെ കിട്ടുന്ന അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ ജീവിതത്തിലും മറ്റുള്ള പലതരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു താല്പര്യം തന്നെയല്ല. ഇപ്പൊ ഇതുപോലുള്ള ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നതിലൊക്കെ പ്രത്യേകിച്ചും ടോമി സാറ്, സാബു സാറ്, നമ്മുടെ റോയ് സാറ്, എല്ലാവരുടെയും ഞാൻ പേരെടുത്ത് പറയാം. അവരുടെയൊക്കെയും അനുഭവങ്ങളും അവരുടെയൊക്കെ ഒരു ഗൈഡൻസും ഒക്കെ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതിനകത്തും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് ഇതിനെ ഒന്ന് 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 ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നിയത്. അത് കുറെ കുട്ടികൾക്ക് അത് ഉപകാരമായി കിട്ടുന്നെങ്കിൽ സാർ എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ? ഞാൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. സാർ താങ്ക് യു വെരി മച്ച് സാർ. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും? വിജയൻ ഇടയ്ക്ക് ഇത് കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ ക്ലാസ്. വല്ലാത്തൊരു ഉപകാരം. അപ്പൊ ഗുഡ് നൈറ്റ് JCB ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഗിൽറ്റ്, ഡില്യൂഷൻ. പെട്ടെന്ന് ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചത് അങ്ങനെയൊക്കെയാണ് സാറേ. സൈക്കോളജി പരീക്ഷക്കൊക്കെ നിഹിലിസ്റ്റിക് പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പൊ നമ്മള് ഇപ്പൊ മലയാളം മീഡിയത്തിലാണെങ്കിൽ 14 ജില്ലക്ക് കാക്ക വകോ മപാത്ര ഏയി കോട്ടാപ്പ കൊതി. അപ്പൊ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം കിട്ടി. അപ്പൊ വന്നല്ലോ സാറേ കോഴിക്കോട്. അപ്പൊ ഞാൻ കിച്ചണിക്കാരെ വീഡിയോ ഓഫ് ചെയ്തേക്കിട്ടാ. രണ്ടാമത് വന്ന സാറേ അവനെ പിടിച്ചിട്ട് കോട്ടയം വന്നപ്പോ നെക്സ്റ്റ് അക്ഷരം കൂടി കൊടുക്കും, കോട്ട. അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുത്ത മരിച്ചാലോ മറക്കൂല. ഭദ്ര വെറുതെ നടക്കും പാടും. ഏയ് കൊട്ട ആപ്പാ കൊതിന്ന് പാടിക്കൊണ്ടടുക്കും. ഏത് ടീച്ചർ പിടിച്ചു ചോദിച്ചാലും ടീച്ചർമാരെ ചോദിച്ചു ഉത്തരം മുട്ടിക്കും. ഞങ്ങളെ ടീച്ചർ പഠിപ്പിച്ചു എന്നിട്ട് അതന്നല്ല, ഏത് ജില്ലയുടെ അയൽ ജില്ല കിട്ടും, തീരദേശം കിട്ടും, ഹൈ റേഞ്ച് കിട്ടും. വടക്കുന്ന് തെക്കോട്ടും കിട്ടും, തെക്കുന്ന് വടക്കോട്ടും കിട്ടും. സാർ പറഞ്ഞ സൂത്രം മനസ്സിലായ? പാത്ര ഏയ്. അപ്പൊ തൃശ്ശൂരിന്റെ, മലപ്പുറം, പാലക്കാട് ഏയ്, എറണാകുളം, ഇടുക്കി എവിടെ നിന്ന് എടുത്താലും അയൽ ജില്ല ഒക്കെ കിട്ടും. പഠിച്ചത് ഈ മാത്രം. അതുപോലെ ഇപ്പൊ നമ്മൾ 29 സംസ്ഥാനം പഠിപ്പിച്ചെടുക്ക. കാസർഗോഡ്, കണ്ണൂര്, ഇത് ഇവന് പറ്റില്ലെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. കാസർഗോഡ്, കണ്ണൂര് അതക എന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ മറ്റേ വയനാട്, കോഴിക്കോട്. അപ്പൊ ഒരുത്തമ്മനെ പറ്റൂല, ഞങ്ങക്ക് വഞ്ചിപ്പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മള് തിത്തിത്തേ പിന്നെ ഇവരായി നമ്മളാകെ 2 പഠിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒരുത്തനുണ്ട് വഞ്ചിപ്പാട്ട് പാടണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്
ഈ കാസർഗോഡിലുള്ള എല്ലാ നദികളും വെച്ചൊരു പാട്ടുണ്ടാക്കിയ അപ്പൊ അതിലേറെ എളുപ്പമായി. അപ്പൊ നമുക്ക് ഒരു സൂത്രത്തിൽ നിന്ന് പല പല സൂത്രം കിട്ടും. അപ്പൊ നല്ല മെത്തേഡ്, വളരെ യൂസ്ഫുള്ള്. ഇന്നാണോ സാറിന്റെ എക്സാമിന്റെ ക്ലാസ്? എനിക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ട്. അയ്യോ, റെക്കോർഡ് ഉണ്ട് സാറിന്റെ? എല്ലാത്തിൻ്റെ റെക്കോർഡ്. അപ്പൊ ഞാൻ ഫീ അടക്കാം, എനിക്ക് ക്ലാസ് വേണം ട്ടാ. ഓക്കെ. താങ്ക് യു സാർ. അയ്യോ, റെക്കോർഡിംഗ് ഉണ്ടല്ലേ. റോയ് സാർ പറയും. ഒരാൾക്കും ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സില്ലേ, ഇതിപ്പോ ജനറൽ ആയിട്ട് ഈ പറയുന്ന 1, 2, 3, 4, 5 ഗ്രൗണ്ടിങ് ടെക്നിക്കുകളൊക്കെ പിള്ളേർക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല മാനസികമായി എമോഷൻ കൺട്രോൾ ചെയ്യുന്നതിനും മറ്റതിനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ജനറൽ ഇതാണെന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ ഈ സർക്കിൾ ഓഫ് കൺട്രോൾ കൺസേണും ഒക്കെ പരീക്ഷയ്ക്ക് മാത്രമല്ല നമുക്കും ഈ കാര്യങ്ങളിൽ, അത് പൊതുവായിട്ടുള്ള ഇതാണ്, നമുക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഇതായിരുന്നു. ഇത് സാധാരണ എക്സാമിനേഷനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും ആരും പറയാറില്ല, എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ സാർ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ഇത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും കൂടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് സാറ് പറഞ്ഞ കുറേ ഗൈഡ് ലൈൻസിനകത്തുള്ളത്. കാരണം താല്പര്യമുള്ള ടീച്ചറെ കാണാൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ടീച്ചേഴ്സിനെ ഒരു ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് പേരൻസിനും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷ എടുക്കുമ്പോൾ പിള്ളേരുടെ എമോഷൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് നല്ലൊരു സജഷനായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിന് മുമ്പ് നമ്മുടെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്, അതെല്ലാം അതിൻ്റെതായ ചില വാല്യൂസ് ഉള്ളതായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ, ക്ഷമം. ജോർജ് സാർ. താങ്ക് യു സർ, താങ്ക് യു സാറേ. വെരി മച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു പരാതി പറയട്ടെ, മറ്റൊന്നും തോന്നരുത്. മനോജ് കുമാർ സാറ് ചോദിച്ചു പിള്ളേരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ ഇരിക്കുന്നവരെക്കാൾ വേറെ പിള്ളേർ എവിടെയാ ഉള്ളത് സാറേ? സ്കൂളിൽ പോണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മൈൻഡ് സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. എന്തായാലും കേട്ടോ, ഇവിടെ ഇപ്പൊ മറ്റേ നമ്മുടെ നസിമം നല്ല ടെക്നിക്സുകൾ എന്തെല്ലാം രസകരമായിട്ടാണ് ഓരോന്നിനെയും നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചോടെ ടെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ കൊണ്ടുവന്നു. എല്ലാം നന്നായി, ഒത്തിരി ഉപകാരപ്പെട്ടു. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇതൊന്നും പറയണ്ട, ദീർഘിപ്പിക്കേണ്ട എന്ന് കരുതുന്നത്. അടുത്ത പ്രോഗ്രാമിന് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മിക്കവാറും പേര്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ക്ഷമ. എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയൊക്കെ അടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു ഈ ക്ലാസ്. സാർ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടിങ് ആ ടെക്നിക്സ് ഒക്കെ അല്ലേ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഫീഡ്ബാക്ക് പറഞ്ഞ നസീം ടീച്ചറൊക്കെ എല്ലാവരും എല്ലാം നല്ല ടെക്നിക്സിലൂടെയാണ് പോയത്. പക്ഷെ ഇത് റീച്ച് ആവേണ്ടത് നമുക്ക് ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരാളുകളിലേക്ക് മാത്രമേ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അത് മാത്രമാണ് ഒരു കുറവായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു, പക്ഷെ ലിങ്ക് ചോദിച്ച് ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് എനിക്ക് കോള് വന്നത്. അപ്പൊ അത് തോന്നുന്നു കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു സാർ. പിന്നെ നമ്മളെല്ലാവരും ജോർജ് സാർ പറഞ്ഞതുപോലെ കുട്ടികളാണ്. എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും നമുക്ക് ഇന്നത്തെ വരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഈ ഒരു സമയത്ത് സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഭയങ്കര ഒരു ആൻഷ്യസ് ആയിട്ട് പോയി എക്സാം എഴുതിയത് ഞാൻ ഓർക്കുന്നു. തലേദിവസം രാത്രി അല്ലെങ്കിൽ എക്സാമിന്റെ 1 മാസം മുമ്പൊക്കെ മുതൽ സ്ലീപ്പിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കും. അതുപോലെ തന്നെ മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമൊക്കെ. പക്ഷേ ഈ ടെക്നിക്സ് ഒക്കെ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്നേ അറിയാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. പക്ഷെ എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ.
നല്ല എക്സ്പീരിയൻസ്. ഇനിയും ഇതുപോലെ ഒരുപാട് സെഷൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് അപ്പോൾ യു, സാർ താങ്ക് യു എനിക്കൊരു വെരി മച്ച്. ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. ഞാൻ അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ പറയൂ സ്കൂളുകളിലൊക്കെ പറയൂ ആ പറയൂ. വിദ്യാഭ്യാസ സംവിധാനം എനിക്കറിയാം. ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സ്കൂളുകളിൽ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുട്ടികളെ സഹായിക്കുന്ന ഈ പറഞ്ഞുള്ള ടെക്നിക്സുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഷൻ കൊടുക്കാറുണ്ടോ ഇൻഡിവിജ്വൽ ഉണ്ട് സാർ, എല്ലാ സ്കൂളുകളിൽ? എല്ലാ പരീക്ഷാ സമയങ്ങളിലും സ്കൂളുകളിലെ എക്സാം ഫിയർ മാറ്റുന്നതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. സ്കൂളിലെ തന്നെ ടീച്ചേഴ്സ് അതോ ആ, എക്സ്റ്റേണൽ ആയിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പറഞ്ഞ പോയി എടുക്കാറുണ്ട്. എടുക്കാറുണ്ടോ? ഓക്കെ സാർ, താങ്ക് യു. പക്ഷെ ഒരു കാര്യം കൂടെ സാർ, അതൊരു നമുക്കത് പറഞ്ഞ പോലെ കതിരില് വെള്ളം വെക്കുക എന്ന് പറയേ, പറഞ്ഞ പോലെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടൊരു ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത്, അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അവർ 10th ആകുമ്പോഴേക്കും ഈസി ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനും അത് അപ്പിയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള സഹായം അവർക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു സജഷൻസ് ഇപ്പൊ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഗോൾ സെറ്റിംഗിലാണ്. ഗോൾ സെറ്റിംഗ് ആണ് ക്ലാസ്സസ് തുടങ്ങുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്ന ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാണ്. ഇങ്ങനെയാണ് ഒരു കരിക്കുലമായിട്ടുണ്ട്. അവർക്ക് തന്നെ സ്കൂളുകൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഗോൾ സെറ്റിങ്ങും ഈ എക്സാം സമയത്തുള്ള ഈ ടെൻഷൻ മാറ്റുന്നതും പിന്നെ അതല്ലാതെ പിന്നെ ഇതിനാണ് ഇൻ ബിറ്റ്വീനുള്ള കുറേ ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഇതെല്ലാം കുട്ടികളിലേക്ക് എത്രമാത്രം പെനട്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരു വലിയ ഗ്രൂപ്പിലായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, വലിയ മാസ് ഗ്രൂപ്പിൽ. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരു സ്കൂൾ ക്ലാസ്സിന് വേണ്ടി ചുരുക്കം 10ലും 12ാം ക്ലാസ്സിലും ഒക്കെ പരീക്ഷാ സമയത്ത് ചുരുക്കം ചില സ്കൂളുകളിൽ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് എടുക്കാറുണ്ട് അവർക്ക് വേണ്ടി മാത്രം, ചെറിയൊരു നമ്പറിലേക്ക്. അങ്ങനെ വരുമ്പോൾ ഇച്ചിരി എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ കുറച്ച് ഷെയർ ചെയ്യാനുള്ള പാർട്ടുകൾ, സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്താറുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജോർജ് സാർ അറിയാം, ചങ്ങാതി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരും. കാരണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും അല്ലാതെ പുതിയ ഒരാളോടാണ്. അങ്ങനെ പുതിയതായിട്ട് അവരറിയാത്ത ഒരാളുടെ മുമ്പിൽ പോയി അവർക്ക് പറയുന്നതിന് വലിയ വിഷമമൊന്നുമില്ല. ടീച്ചേഴ്സിനോട് പറയാൻ പറ്റത്തില്ല, മാതാപിതാക്കളോടും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ഒരുപക്ഷെ അവരെക്കുറിച്ചായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേദികളുണ്ട്. ഒത്തിരി പേര് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മണിക്കൂറുകൾ കുട്ടികൾ അവരുടെ വിഷമങ്ങൾ പറയുന്നവരുണ്ട്. പറയുകയും കരയുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി രീതികളുണ്ട്. പലപ്പോഴും അത് എഫക്റ്റീവാണ്. പക്ഷെ എല്ലാ സ്കൂളുകളിലും ഒന്നും അതത്ര പ്രയോജനകരമാണോ എന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ആക്റ്റീവ് PTA വേണം. അഥവാ PTA പറഞ്ഞാൽ പോലും സമയമില്ല, ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് പിന്മാറുന്ന എത്രയോ ടീച്ചർമാരെ കാണാനും ഇടയുണ്ട്. അല്ല, അങ്ങനെയല്ല സാറേ. ഇത് പലപ്പോഴും ജനറലായിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് വേണ്ടി നമ്മൾ സ്കൂളിൽ പോയിരിക്കും, ആവശ്യമുള്ള കുട്ടികൾ വരും, അങ്ങനെ ചെയ്യും. അപ്പോൾ അതിനൊരു സെഷൻസ് ഒന്നും നമ്മൾ നടക്കാറില്ല. അതൊന്നും പ്രായോഗികമല്ല. അതാരും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളടുത്ത് പോയി വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരുടെ പേരൻസിന് ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മളെപ്പോലുള്ളവർ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ അറിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം ഈ പറഞ്ഞില്ലേ, മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ടെൻഷൻസ് ഒക്കെ അവർക്കുണ്ട്. അതൊക്കെ അവർ വെന്റിലേറ്റ് ചെയ്ത് വിടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഒത്തിരി ഗുണകരമാണ്. തീർച്ചയായിട്ടും സാർ. ചങ്ങാതിയുടെ ഒരു വോളണ്ടിയർ ആണ്. പാലക്കാട് ജില്ലയിൽ അത് കണ്ടിന്യൂസ്ലി അത് നടക്കുന്നുണ്ട്, ആ ഒരു പ്രോഗ്രാം. പക്ഷെ നമ്മുടെ എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരുപാട് യൂസ്ഫുൾ ആണ് സാർ ഞാനും പറഞ്ഞത് പോലെ. ശ്രമിച്ചിരുന്നു കോട്ടയം സൈഡിലൊക്കെ ചെയ്യാൻ ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ അകത്തൊക്കെ വേറെ ചില ഏരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഇനിഷ്യേറ്റ് ചെയ്യുക. കോട്ടയത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ജോർജ് സാറ് ഞാനൊക്കെ പലപ്പോഴും എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ പല സ്കൂളുകളിലും പോകാറുണ്ടായിരുന്നു. ഇപ്പം അവർ ഈ പറഞ്ഞ പോലെ പാലക്കാട്, കോഴിക്കോട്, കാരണം അവർക്കത് മാനേജ് ചെയ്യാൻ അവരുടെ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പാലക്കാട്, കോഴിക്കോട്, റീസെന്റ് ആയിട്ട് മലപ്പുറം ജില്ലയിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഇവർ ആ സ്കൂളുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ എല്ലാ മാസവും പോകാറുണ്ട്. ഞാൻ അധികം പാലക്കാട് ജില്ലയിലാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു എക്സാം ടൈം ആയിട്ട് പോലും വേറെ സ്കൂളുകളിൽ അങ്ങനെ അലോ ചെയ്യാറില്ല അവരുടെ അങ്ങനെ. പക്ഷെ ഇപ്പോഴും അവർ വിളിക്കുന്നുണ്ട്, ചങ്ങാതിയുടെ ഒരു സർവീസ് വേണമെന്ന് പറഞ്ഞിട്ട് അവര് നിർബന്ധപൂർവ്വം വിളിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അകത്ത് തന്നെ 10, 200, 250 പേരുണ്ട്. പക്ഷെ ഒരു 10 പേരെ പോലും ചിലപ്പോൾ പലപ്പോഴും കിട്ടുന്നില്ല. അതൊക്കെ കിട്ടാറില്ല. ഇതിന് പല അതാണ് റീസൺസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ സ്വല്പം റിസ്കി പാർട്ടും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഏരിയയും ഉണ്ട്. അതെല്ലാം നമ്മൾ അവിടെയാണ് നമ്മൾ ഈ അൺകണ്ടീഷണൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ തരത്തിലൊക്കെ പോയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ദെൻ ഓക്കെ വേറെ താങ്ക് യു. ആർക്കെങ്കിലും? എന്തോ സ്നേഹിത മാം, എന്തോ ജോസഫ്.
ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. സോഫി മാം. യെസ്. അടുത്ത ഫ്രൈഡേ, അടുത്ത സാറ്റർഡേ നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ്സുകളുണ്ടാവും. എല്ലാ സീസണിലും നമ്മൾ ഈ ക്ലാസ്സുകൾ അപ്ലൈ ചെയ്യാറുണ്ട്. കഴിഞ്ഞ സെഷനിൽ എനിക്ക് വേണം 5 ക്ലാസ്. ഞാൻ എൻ്റെ വാട്സപ്പും കൂടെ, അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ കൂട്ടി ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എളുപ്പമുണ്ട്. ഒത്തിരി ഗുണകരമായ വീഡിയോകളാണ്. അത് നമ്മുടെ എനിക്ക് തോന്നുന്ന ആ സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ആളുകളായിരുന്നു ക്ലാസ്സുകളെടുത്ത്. പ്രൊഫസറൊക്കെ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. സോ ഓക്കെ, വേറെ എന്തെങ്കിലും ഷെയർ ആയിട്ട് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. സോ യെസ്, സിനിമ എന്തെങ്കിലും പറഞ്ഞോ? നാളെ എന്താണ് ടോപ്പിക്? നാളെ നമ്മുടെ മ്യൂസിക് തെറാപ്പിയാണ്. നമ്മൾ ജയചന്ദ്രനെ കുറിച്ച്, ജയേട്ടൻ്റെ പാട്ടുകളാണ് നമ്മൾ മ്യൂസിക് തെറാപ്പിയിലൂടെ കൊടുക്കുന്നത്. ഒരു ട്രിബ്യൂട്ട് ടു ജയചന്ദ്രൻ. ഓക്കെ. എല്ലാ സൺഡേയും നമ്മൾ പാട്ടുകളാണ്, മ്യൂസിക് തെറാപ്പിയാണ്. മനോജ് സാർ, തിങ്കളാഴ്ച എന്താണ് ടോപ്പിക്ക് പറയൂ എന്നാണ്. തിങ്കളാഴ്ച പറഞ്ഞത് സാറ് ഞാൻ ഇട്ടായിരുന്നു. ഞാനത് ബുക്ക് റിവ്യൂ ആണ് സാർ, അല്ലേ? അൺമ്യൂട്ട് ചെയ്യും. 3 feet from gold. ബുക്ക് റിവ്യൂ ആണ്. ബുക്ക് റിവ്യൂ അല്ലല്ല, ബുക്ക് റിവ്യൂ ആണ്. കണ്ടന്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെ ബുക്കാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോ അതാ ചോദിച്ചു. ഇല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ എല്ലാവർക്കും. നമുക്ക് മാക്സിമം കുട്ടികളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം. ഇന്ന് ഞാൻ ഒരു പത്രത്തിൽ, തനിനിറം എന്ന് പറഞ്ഞൊരു പത്രത്തിലൊരു എന്താ പറയുന്നത്, ഡ്രഗ്സ് അഡിക്ഷനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിരുന്നു. ഞാനത് നമ്മുടെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ ഞാൻ പോസ്റ്റ് ചെയ്യാം അതിൻ്റെ. അപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അതിഭയങ്കരമായ ഡ്രഗ്സ് അബ്യൂസുമായി ബന്ധപ്പെട്ട് ഒത്തിരി കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സെൻസിറ്റീവ് വിഷയങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ട്. ഒക്കെ നമുക്ക് സാവകാശം ചെയ്യാം. ഓക്കെ, then thank you very much. Good night all. Thank you.